നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അരുൺ ജെയ്റ്റ്ലി മറുപടി പറയും. അത് അസ്വീകാര്യമാകാം, അസ്വീകാര്യതയുള്ളവർക്ക് പ്രതിഷേധവുമായി നിൽക്കുകയും ചെയ്യാം. പക്ഷേ സർക്കാരിൻ്റെ ഒരു സമീപനമുണ്ട്. അതിൻ്റെ വക്താവായി അരുൺ ജെയ്റ്റ്ലിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് ആ സമീപനം. കേരളത്തിനും ബാധകമാണത്. അതുകൊണ്ട് ജെയ്റ്റ്ലിയെ കാണാൻ നരേന്ദ്രമോദിയുടെ ഓഫീസ് പറയുന്നതിൽ എന്താ അപാകത? ഒരു കാര്യം കൂടി, ഈ നരേന്ദ്രമോദിയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ദേശീയ അധ്യക്ഷൻ അവരുടെ പാർട്ടിയുടെ അമിത്ഷാ. ഈ കാര്യത്തിൽ അദ്ദേഹത്തിനുമുണ്ട് ചില സന്ദേഹങ്ങൾ. അദ്ദേഹം അത് പങ്കുവച്ചതും നരേന്ദ്രമോദിയോട് നേരിട്ടല്ല, അരുൺ ജെയ്റ്റ്ലിയോട് തന്നെയാണ്. നടപടിയെടുക്കാമെന്ന് മറ്റു പലരോടും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതുപോലെ അമിത്ഷായോടും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ നമുക്കൊരു തിരക്കുകൂട്ടലുണ്ടോ ലിജു? ഒന്ന്, ഒരു പാർട്ടി പ്രസിഡന്റ് അമിത്ഷായും ഒരു ഫെഡറൽ രാജ്യമായ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനങ്ങളുള്ള രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന നിവേദക സംഘവും രണ്ട് തലമാണ്. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയോട് മുൻപ് തന്നെ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. ഞാൻ ഇന്നലെ കേരള നിയമസഭയിൽ ബഹുമാന്യനായ ശ്രീ ഒ രാജഗോപാലിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ നമുക്ക് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹവും അത് അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളും മറ്റ് സംവിധാനങ്ങളും പ്രായോഗിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് രാജഗോപാൽ തന്നെ അംഗീകരിക്കുന്നു. അതിനെ ബോധ്യപ്പെടുത്താൻ ശ്രീ അരുൺ ജെയ്റ്റ്ലിയോട് പലതവണ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സർവകക്ഷി സംഘത്തിനും തീർച്ചയായും സമീപിക്കാൻ കഴിയാവുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ തിരക്കാണെന്ന്, ശരി, തിരക്ക് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഇന്ന് അനുമതി നൽകാൻ കഴിയില്ല, അടുത്ത ദിവസങ്ങളിൽ അനുമതി നൽകാം. ഇത്തരമൊരു മര്യാദയല്ലേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമൊക്കെ ഉൾപ്പെടുന്ന നിവേദക സംഘം പ്രതീക്ഷിക്കുന്നത്? അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവം വ്യക്തമാകുന്നത്. ഞാൻ വേണുവിൻ്റെ നേരത്തെ ഒരു ചോദ്യത്തോട് ശ്രീ ടി ജി മോഹൻദാസിൻ്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പാർലമെൻറ്റിൽ ഹാജരാകാത്തതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഈ ഹിറ്റ്ലറുടെ ആത്മകഥയിൽ ഹിറ്റ്ലർക്ക് പാർലമെൻറ്റുകളോടുള്ള സമീപനം വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹത്തിന് പാർലമെൻ്ററി സംവിധാനത്തോട് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചാളുകൾ അവിടെ വന്ന് എന്തൊക്കെയോ ചർച്ച നടത്തി പോകുന്നു എന്നതിനപ്പുറത്ത് പാർലമെൻ്ററി സംവിധാനത്തോട് താല്പര്യമില്ലാതിരുന്ന ഹിറ്റ്ലറുടെ സമീപനം തന്നെയാണ് നരേന്ദ്രമോദിയുടെ എന്ന കാര്യത്തിൽ. മുഖ്യമന്ത്രിയാണ് സമയത്തിലും പോളണ്ടിനെ പറ്റി കാര്യമില്ല. ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ അടിയന്തരാവസ്ഥ പോലെ ഒരു നടപടി സ്വീകരിച്ചതിന് ശേഷം ഒന്നും വന്ന് സംസാരിക്കാൻ പോലും, ഒന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയുടെ സ്വാധീനം, ഏകാധിപത്യ മാനസികാവസ്ഥയുടെ സ്വാധീനം ഈ 2 പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പാർലമെന്റ് വരില്ല. 2, അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാൻ സാധിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി, ഒന്നുകൂടെ പറഞ്ഞോട്ടെ ലിജു, തിരികെ എത്താം, വീണ്ടും അവസരമുണ്ടല്ലോ. ശ്രീ ജോർജ് കുര്യൻ പറയുകയുണ്ടായി പ്രധാനമന്ത്രിക്ക് ഭയങ്കര തിരക്കാണ് എന്ന്. ഏറ്റവും തിരക്കോട് അദ്ദേഹം നിൽക്കുന്നു കാര്യങ്ങളിലെങ്കിൽ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് വിളിച്ചിരിക്കുന്ന ഈ ശീതകാല സമ്മേളനത്തിൽ ആകണമല്ലോ. അതിൽ അദ്ദേഹം വളരെ സ്വസ്ഥനും ഒരു കാര്യവും പോലും വിശദീകരിക്കാൻ പോലും ഉത്തരവാദിത്തമില്ലാത്ത അത്രയും ഫ്രീയുമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, പാർലമെന്റ് മന്ദിരത്തിൽ തന്നെ അദ്ദേഹമുണ്ട്. തൊട്ടടുത്ത മുറിയിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുമ്പോൾ അദ്ദേഹം കരയും, വെള്ളം കുടിക്കും, രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്ന് പറയും. ഇതെല്ലാം നേർക്ക് നേർ അനുഭവവേദ്യമാകാൻ കഴിയുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആ സദസ്സ് മാത്രം അദ്ദേഹം സ്വീകരിക്കുന്നില്ല, അവിടെ ഒന്നും പറയുന്നുമില്ല. അല്ലല്ല, ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, നവംബറിലോ, ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഇതേ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്, പ്രധാനമന്ത്രി വെറുതെ ഇരിക്കുന്നു. പക്ഷേ ഒരു ദിവസം പാർലമെൻറ്റ് നടക്കുന്ന അവസരത്തിൽ തന്നെ പാർലമെൻറ്റിലെ ബഹളമാണ്. പ്രധാനമന്ത്രി അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല, കാരണം ബഹളവും അറിയാമല്ലോ. നാഗാലാൻഡിൽ സമാധാന കരാർ ഒപ്പിടുന്നു. ആ സമയം മുഴുവൻ പ്രധാനമന്ത്രി അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. ഒരുപക്ഷെ നേരത്തെ പ്രധാനമന്ത്രിമാർ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, അതൊരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ ഇതും ശരിയല്ലേ? ആ സമയം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നാഗാലാൻഡ് കരാർ അന്ന് തന്നെ എല്ലാവരും അത് പറഞ്ഞതാണ്, കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഈ വേസ്റ്റായ ദിവസങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ വലിയൊരു കാര്യം അദ്ദേഹം പരിഹരിച്ചു. വിമർശനമുണ്ടായി. ആ മേഖലയിൽ ഉത്തരവാദപ്പെട്ടവരോട് ഒരു ആശയവിനിമയവും നടത്തിയില്ല.
സോണിയാഗാന്ധി അടക്കമുള്ളവരെ ഇരുട്ടിൽ അദ്ദേഹം വെറുതെ നിർത്തി ഇരിക്കുകയല്ല. ഇതൊക്കെ അല്ല, അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന ആ ഇരിപ്പ് വെറുതെ അല്ല എന്ന് രാജ്യത്തിനെ ഗുണം ചെയ്യുന്നതാണ്. വേറൊരു കാര്യം വേണു, ഞാൻ അംഗീകരിക്കുന്നു. അരുൺ ജെയ്റ്റ്ലിയെ കണ്ടതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എങ്കിൽ ഇത് തെറ്റാണ് എന്നിവർ പറഞ്ഞിരുന്നുവെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് കണ്ടതല്ലേ ശ്രീ ജോർജ് കുര്യന് മുൻപ് പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയ അരുൺ ജെയ്റ്റ്ലി, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അരുൺ ജെയ്റ്റ്ലിയെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് പറഞ്ഞത്. വേറൊന്ന് ചോദിക്കട്ടെ, പെട്ടെന്ന് നിയമസഭാ സമ്മേളനം വിളിക്കുന്നു. വേണു പറഞ്ഞു അതൊരു നിയമസഭയാണ്, ജനങ്ങളുടെ വികാരമാണെന്ന്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നിയമസഭാ സമ്മേളനം വിളിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനമന്ത്രിയെ സമയത്തോളം 7 ദിവസത്തെയെങ്കിലും പരിപാടി നേരത്തെ നിശ്ചയിക്കുമല്ലോ, അപ്പോയിൻമെൻറ്റും ഒക്കെ. അങ്ങനെയുള്ള അവസരത്തിൽ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രശ്നം പരിഹരിക്കുന്നു, അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രി അതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കില്ലേ? ഇവിടുത്തെ കർഷകൻ്റെ പ്രശ്നമാണോ, ഇവർക്ക് നരേന്ദ്രമോദിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത്? ഇവിടുത്തെ കർഷകൻ്റെ അടിയന്തരമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ടാണല്ലോ ഇങ്ങനെ കൂടിയത്. പിന്നെ ലിജു പറഞ്ഞ കാര്യത്തിൽ രാജഗോപാൽ പറഞ്ഞു, AC മൊയ്തീൻ, ആ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, AC മൊയ്തീൻ 28-ാം തീയതി രാവിലെ നിയമസഭയിൽ പറഞ്ഞു കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അഴിമതിയും കള്ളപ്പണവുമാണ് എന്ന് പറഞ്ഞപ്പോൾ ലിജുവിൻ്റെ നേതാവ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അത് ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ പിരിച്ചുവിടാൻ വേണ്ടി ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും പിറ്റോ ദിവസം ഈ അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ജനാധിപത്യ ഇല്ലായ്മയുടെയും കാര്യം പറയുന്നില്ല? രണ്ട് സാഹചര്യമാണ്, രണ്ട് വിഷയമാണ്. തീർച്ചയായിട്ടും രണ്ട് വിഷയമാണ്. യാഥാർത്ഥ്യമുണ്ടല്ലോ, അതിൽ ആ നേതാക്കന്മാരൊക്കെ പിന്നീട് വിശദീകരിച്ചല്ലോ ശ്രീ ജോർജ് കുര്യൻ. ഈ സർക്കാരുമായി വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലുണ്ട്. പക്ഷേ അസ്ഥിവാരം തന്നെ തോണ്ടുന്ന ഒരു നടപടി വന്നാലോ, സഹകരണ സംഘങ്ങൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ വന്നാലോ എന്ന പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ യോജിപ്പ്. അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് താങ്കൾ വിശദീകരിക്കരുത്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, ഒരു 7 ദിവസം കാക്കാമായിരുന്നു എന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ധനമന്ത്രിയെ ഒന്ന് കണ്ടുകളയാം എന്ന പോംവഴി എന്തുകൊണ്ട് ആലോചിക്കാതിരുന്നു? ഒറ്റയടിക്ക് കേരളത്തെ അവഹേളിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് വേഗം എത്തിയത് എന്തുകൊണ്ട്? ഒരു കാര്യം കൂടി, നാം ഇവിടുത്തെ ഒരു ജീവൽ പ്രശ്നം അവിടെ പോയി അവതരിപ്പിക്കാൻ പോകുന്നു എന്ന മട്ടിലല്ല നാം ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ഏതാണ്ട് 5 മണിക്കൂർ മോദിയെ നമ്മുടെ സഭയിലിട്ട് കാര്യമായി ആക്ഷേപിക്കുകയുണ്ടായി. അതിനുശേഷം സഭ്യമായ ഭാഷയിലുള്ളൊരു പ്രമേയവും. ഇത് ആ സഭ്യമായ ഭാഷയിലുള്ളത് മാത്രം പരിഗണിക്കുക, അല്ലാത്തത് മുഴുവൻ കണ്ടില്ല എന്ന് നടിക്കുക എന്നൊരു സമീപനം അവിടെയും ഉണ്ടാകില്ല. രാഷ്ട്രീയമല്ലേ അവിടെയും ഇവിടെയും. ഇല്ല, അങ്ങനെ കാണരുത്. ഇവിടെ മോദി 7 ദിവസം കഴിഞ്ഞ ഡേറ്റ് തരുവുള്ളെങ്കിൽ 7 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. മോദി നിയോഗിച്ച ആളാണല്ലോ ധനകാര്യമന്ത്രി, ഇപ്പോൾ നിയോഗിച്ച ആളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടപ്പോഴൊക്കെ ഈ പറഞ്ഞ ഗവൺമെൻറ് പ്രതിനിധി അല്ലേ ഈ ധനകാര്യമന്ത്രി? ആ പറഞ്ഞ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. മോദി ഇപ്പം നിയോഗിച്ചു, പിന്നെ ഇതിനു മുമ്പ് എന്താ അദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? മോദി ഈ പറയുന്ന ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി ആണെങ്കിൽ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ധനകാര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ചുമതലയാണല്ലോ. നിങ്ങൾ ആദ്യം പോയി ധനമന്ത്രിയെ കണ്ടപ്പോ ആ സംസാരത്തിന് ശേഷം അനുഭാവപൂർവ്വം ഇതെല്ലാം പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തതിനു ശേഷം ഒരു 4 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ RBIയുടെ പുതിയ നിർദ്ദേശം വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അനുമതി കൂടി റദ്ദാക്കപ്പെടുന്ന നിലയാണ് അതുവഴി ഉണ്ടായത്. അപ്പോൾ ആ കാര്യത്തിൽ എത്ര കണ്ട് ജെയ്റ്റ്ലിക്ക് ഇടപെടാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് സംശയം ഉയർത്തിയ ഒരു സന്ദർഭമായി നാം ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പുതിയ സാഹചര്യം അങ്ങനെയല്ല. പ്രധാനമന്ത്രിയെ കാണണം, ധനമന്ത്രിയെ കാണണം, രണ്ടും നിങ്ങളുടെ അജണ്ടയിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുകയാണ് ധനമന്ത്രിയെ കാണൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ധനമന്ത്രിയെ കാണാൻ പറയുമ്പോൾ ഈ 2 മന്ത്രാലയങ്ങളും തമ്മിൽ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. ഇല്ല, ഇതൊക്കെ ഈ വ്യത്യസ്തത ഉണ്ട് എന്ന് പറയല്ലേ. നമുക്ക് അനുഭവം വേണ്ടേ വ്യത്യസ്തത? നമുക്കിങ്ങനെ വ്യത്യസ്തത ഉണ്ടെന്ന അനുഭവം തുടർച്ച അത് MP-മാർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ലേ ധനകാര്യമന്ത്രിയെ? ധനകാര്യമന്ത്രിയെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും തുടർച്ചയായി കാണുകയാണല്ലോ. അപ്പോൾ അവർക്ക് ആ വ്യത്യസ്തത അവർക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. വ്യത്യസ്തത അനുഭവപ്പെടാത്തത് കൊണ്ടാണല്ലോ കേരളം ആസ് എ ഹോൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത്. കേരളത്തോട് അപമാനിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ഇവർ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യ മനസ്സ് ഇവർക്കില്ല.
ശ്രീ ടി ജി ജനകീയ മോഹൻദാസ്. പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം. ശ്രീ ടി ജി മോഹൻദാസ്, രണ്ട് കാര്യങ്ങൾ. ജനങ്ങളുടെ ഒന്ന്, പ്രശ്നത്തിന് പരിഹാരം ഒരു കാണുവാൻ നിമിഷം സാർ, ഒരു നിമിഷം സാർ. പ്രധാനമന്ത്രി സന്നദ്ധമാണോ? ഒരു നിമിഷം സാർ. ശ്രീ ടി ജി മോഹൻദാസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാർലമെന്റിൽ ശ്രീ കൊടിക്കുന്നിലടക്കം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന നിലപാടിലാണ്. സർക്കാർ പറയുന്നത് ജെയ്റ്റ്ലിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. പക്ഷേ അതേ വാദഗതിയിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതിന് അവർ ഉന്നയിക്കുന്ന ന്യായവാദം എന്നത് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഹൗസിലുണ്ട് താനും. തീരുമാനം പ്രഖ്യാപിച്ചയാൾ വിശദീകരിക്കണം. ഇതിൽ നടപടിക്രമങ്ങളുടെ ഒരു പിൻബലം കൂടി അവരുടെ വാദഗതിക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് പാർലമെന്റ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറയാതെ ഗോവയിൽ പോയി പറയുന്നു, UP-യിൽ പോയി പറയുന്നു, ഡൽഹിയിൽ പോയി പറയുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ട്, സഭയിൽ മാത്രം പറയുന്നില്ല. ഈ നാടൊട്ടുക്ക് ഇതേ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാനായി ജെയ്റ്റ്ലി അല്ലല്ലോ ചുറ്റി അടിക്കുന്നത്, നരേന്ദ്രമോദി തന്നെയാണല്ലോ. അപ്പോൾ പുറത്തെല്ലാം പറയാവുന്ന ആ കാര്യം എന്തേ പാർലമെന്റിലും പറഞ്ഞുകൂടാ? അതൊരു അവകാശ ലംഘനമല്ലേ എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഭിന്നമാണ്. ഞാൻ സഭയ്ക്കുള്ളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന് നന്നായിട്ടറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പലതവണ MP ആയ ആളാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം. പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിച്ച് ഷാക്തറാൻ കൗൾ കയ്യിലുണ്ടാകുമല്ലോ, ആ പുസ്തകം എടുത്തിട്ട് പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിട്ട് സ്പീക്കറുടെ റൂളിങ്ങിന് ആവശ്യപ്പെടാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ പ്രധാനമന്ത്രി ലോക്സഭയിലും മിണ്ടാത്തത് എന്ത് എന്നുള്ളതിന് ഞാൻ സമാധാനം പറയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അല്ലല്ല, അവകാശ ലംഘന പ്രമേയത്തിന് അവർ നോട്ടീസ് കൊടുക്കും. പക്ഷെ എന്റെ ചോദ്യം, പാർലമെന്റിന് പുറത്ത് ഡൽഹിയിൽ തന്നെ അദ്ദേഹം വിരാജിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു, പാർലമെന്റിൽ പറയുന്നില്ല. സാർ, അദ്ദേഹവും MP ആണ്. ഒന്നാമതായി MP ആണ്. കൊടിക്കുന്നിലും നരേന്ദ്രമോദിയും MP-മാരാണ്. അവരുടെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയാകുമ്പോൾ മാറുന്നതല്ല, ജനം തെരഞ്ഞെടുത്തതാണ്, ജനങ്ങളോട് സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതേ പാർലമെന്റിൽ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നല്ലോ. ഈ കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദി വിശദീകരിച്ചപ്പോൾ ആ യോഗത്തിൽ അനന്ത്കുമാർ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ജനവിധി നമുക്ക് അനുകൂലമാണ് ജനവിധി എന്നതിൻ്റെ കാരണം 2 ലോക്സഭാ സീറ്റുകൾ നമ്മൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ നടപടിയുടെ അംഗീകാരമാണ്. സാർ, അങ്ങനെയെങ്കിൽ മറിച്ചും ജനവിധി വന്നിട്ടുണ്ട്. 2 ലോക്സഭാ സീറ്റുകൾ മറുവശത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതും ജനത്തിൻ്റെ മറ്റൊരു വികാരപ്രകടനമായി കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം സമ്മേളിക്കപ്പെടുന്ന സ്ഥലമാണ് പാർലമെൻറ്റ്. അവിടെയാണ് കേന്ദ്ര നായകനായി ഈ നരേന്ദ്രമോദി ഇരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കണം പാർലമെൻറ്റിനോട്. അദ്ദേഹം തീർച്ചയായിട്ടും സമ്മതിക്കും വേണം. കുറച്ചുകൂടെ ഇവർ ക്ഷമ കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ പാർലമെൻറ്റിലായിക്കോട്ടെ, കേരള നിയമസഭയിലായിക്കോട്ടെ, നടന്നതെന്താ? ഇതെല്ലാം പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റ് അല്ലേ? ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് BJPക്കും അറിയാം, മറ്റു പാർട്ടികൾക്കും അറിയാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുമോ? അതൊന്നുമല്ല. എങ്ങനെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്? അതൊന്നുമല്ല. അത്ര വലിയ പാർലമെന്റ് 8-ാം തീയതി തീരുമാനമെടുത്തു. 16-ാം തീയതി മുതൽ പാർലമെന്റ് ചേരുന്നു, ശീതകാല സമ്മേളനം. അതിലാണ് സന്നിഹിതനായിരിക്കുന്നത് അദ്ദേഹം. കൊടിക്കുന്നിലിന് നോട്ടീസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി അങ്ങ് വേവലാതിപ്പെടേണ്ടതില്ല. ആ സാഹചര്യം ഉണ്ടാക്കിയ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള മറുപടിയാണ് വേണ്ടത്. അല്ല, ഇതിന് മുമ്പും പ്രധാനമന്ത്രിമാർ ദേ ഹാവ് എ റൈറ്റ് ടു സൈലൻസ്